ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നക്ഷത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ, കറണ്ട് ഫീലിങ്സ് എല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റീഡിങ്ങിനെ നിങ്ങൾ പോസിറ്റീവായി എടുക്കുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് തിങ്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത് വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയിട്ടുള്ള ആളെയാണ്. അങ്ങനെ ഒരു ആൾ തന്നെയാണത്. അതുപോലെ ആ ഒരു സാഹചര്യമൊക്കെ ആയിട്ട് വളരെയധികം ഒത്തുപോകുവാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു നോ കോണ്ടാക്റ്റിലായിരിക്കാം. അതായത് നിങ്ങൾ തമ്മിൽ യാതൊരു വിധത്തിലുള്ള കണക്ഷനോ കമ്മ്യൂണിക്കേഷനോ ഒന്നും ഉണ്ടായിരിക്കില്ല. അതിനുള്ള സാധ്യതകളൊന്നും ഇല്ല. അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പുതിയ മാറ്റത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഒരു പുതിയ വഴിത്തിരിവിലേക്ക് സഞ്ചരിക്കുകയാണ് എന്ന് പറയാം. അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് വളരെയധികം എനർജറ്റിക്കായ, വളരെയധികം സ്മാർട്ടായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. അതായത് നമ്മൾ ചില മനുഷ്യരെയൊക്കെ കണ്ടിട്ടില്ലേ, മറ്റുള്ളവരെ സംസാരിച്ച് വീഴ്ത്തുവാനൊക്കെ വളരെയധികം കഴിവാണ് അവർക്കുള്ളത്. അതുപോലെ ഇവർക്കും മറ്റുള്ളവരെ സംസാരിച്ച് വീഴ്ത്താൻ, അല്ലെങ്കിൽ ഒരു ജനക്കൂട്ടത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അവിടെ ഒരു പ്രത്യേക ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിവുള്ള വ്യക്തി തന്നെയാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. ചിലപ്പോൾ നല്ലോണം സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അതുപോലെ നല്ലോണം തമാശകൾ പറയുന്ന വ്യക്തിയായിരിക്കാം. അങ്ങനെ എല്ലാ കാര്യത്തിനും വളരെ എനർജറ്റിക്കായി, വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയിലേക്ക് പലർക്കും ആകർഷിക്കാൻ സാധിക്കും. പലരും പ്രപ്പോസ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സ്വഭാവമുള്ള വ്യക്തിത്വമാണ്. അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള വ്യക്തികളായിരിക്കും ഇവർ. അതോടൊപ്പം തന്നെ കുറച്ച് പൊങ്ങച്ചമൊക്കെയുള്ള ആളുകളായിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ ആരെങ്കിലുമൊക്കെ ഇവരെ പറ്റി നല്ലതായിട്ട് പുകഴ്ത്തി പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മുഖസ്ഥിതിയൊക്കെ പറയുകയാണെങ്കിൽ അതിലൊക്കെ പെട്ടെന്ന് വീണു പോകുന്ന വ്യക്തികളാണ്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വഴിത്തിരിവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് നല്ല മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോയിട്ട് പോലും നിങ്ങൾക്ക് അതിൽ നിന്ന്, ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരാൻ സാധിച്ചിട്ടില്ല. ഒരിക്കലും ഇവർക്ക് പകരം മറ്റൊരാളെ റീപ്ലേസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഈ വ്യക്തിയുടെ സ്വഭാവം കണ്ട് ഇവർ ജീവിതകാലം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാവാം. ആ വ്യക്തി അത്തരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാവാം. നിങ്ങളവർക്ക് ഒരുപാട് വാല്യുബിൾ ആണ് എന്ന രീതിയിൽ അവർ പെരുമാറിയിട്ടുണ്ടാവാം നിങ്ങളോട്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ആ ഒരു വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത്ര പരിഗണന നൽകിയിട്ടില്ല എന്നതാണ്. പക്ഷേ ഇവിടെ മനസ്സിലാവുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന പോലുള്ള ആ ഒരു പെയിൻ ഇപ്പോൾ അവരും അനുഭവിക്കുന്നു എന്നാണ്. നിങ്ങൾ ഈ ജീവിതത്തിൽ എന്താണോ അനുഭവിച്ചത് അതിനിരട്ടി അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു വ്യക്തി ഒരുപാട് ഫ്രീഡം ആഗ്രഹിക്കുന്ന, ഒരുപാട് ആഗ്രഹങ്ങളൊക്കെയുള്ള ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ ആ ഒരു ആഗ്രഹം നേടുന്നതിന് വേണ്ടിയാവാം അവർ നിങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടാവുക. നിങ്ങളിൽ നിന്നും ഇവർ പോയതിന് ശേഷം ഇവർക്ക് ഒരുപാട് നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇവരുദ്ദേശിച്ച കാര്യങ്ങളൊന്നുമല്ല ഇപ്പോൾ ഇവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, നിങ്ങളിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ കുറച്ച് നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ
അതിനൊക്കെ നേരെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച വഴിത്തിരിവ് അവർക്ക് ചില പാഠങ്ങൾ പഠിക്കാനുള്ളതാണ്. ആ ഒരു മാറ്റമെന്ന് പറയുന്നത് അവർക്ക് അതിൽ നിന്നും കുറച്ച് നല്ല പാഠങ്ങളൊക്കെ പഠിക്കാനുള്ളതാണ്. അവർക്ക് വളരെ ഒരു കഷ്ടകാല സമയമാണ് ഇപ്പോൾ എന്ന് പറയാം. അതുപോലെ തന്നെ അവരിപ്പോൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള നല്ല മെമ്മറീസൊക്കെ അവർ ഓർക്കുന്നുണ്ട്. കാരണം അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ അത്ര സന്തോഷകരമല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് അവർ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നത്. അതിൽ നിന്ന് റിക്കവറി ചെയ്യാനൊക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാവുന്നത് ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞതെങ്കിലും നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. ചിലപ്പോൾ ഇതിനോടകം തന്നെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ പോയ വ്യക്തിയാണെങ്കിലും ആ ഒരു ബന്ധം മതിയാക്കി ഇവരായിട്ട് തന്നെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും. നിങ്ങളുമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ തന്നെയാണ് അവരുടെ ഇനിയുമുള്ള സന്തോഷമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് എന്തുകൊണ്ടാണോ നിങ്ങളിലേക്ക് വരാൻ കഴിയാത്തത്, അതിന് തടസ്സം എന്താണോ അതെല്ലാം മാറി അവർ നിങ്ങളുടെ അടുത്ത് എത്തും എന്നാണ് ഈ ഒരു റീഡിംഗ് നമുക്ക് കാണിച്ചു തരുന്നത്. ആ പ്രപഞ്ചശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വരും. നിങ്ങളും ആ വ്യക്തിയും ചില കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തിരിച്ചറിവിൻ്റെ സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ്. അത് ആ ജീവിതം നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അപ്പോൾ നമുക്കിനി കുറച്ച് ക്ലൂസ് എടുക്കാം. നമ്പർ 18 കിട്ടിയിട്ടുണ്ട്, നമ്പർ 10, നമ്പർ 14 കിട്ടിയിട്ടുണ്ട്. ഒക്ടോബർ മന്ത്, എറണാകുളം, മെയ് മന്ത്, ചിത്തിര നക്ഷത്രം, ലെറ്റർ Y, ഡിസംബർ മന്ത്, നമ്പർ 27, ലെറ്റർ D, ആൻഡ് ഫൈനലി ട്രിവാൻഡ്രം. അപ്പോൾ ഇതാണ് ക്ലോസ്. വളരെ പോസിറ്റീവായിട്ടുള്ള റീഡിംഗ് ആയിരുന്നു ഇത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നന്ദി.